സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി നൌഷാദിനെ വിശദമായി ചോദ്യം ചെയ്യും. ഹേമചന്ദ്രന്റേത് ആത്മഹത്യയാണ് എന്ന് നൌഷാദ് ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ശാസ്ത്രീയ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. 5 ദിവസത്തെ കസ്റ്റഡിയിലാണ് നൌഷാദ് ഉള്ളത്. രാഹുൽ KV ഉണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. വിശദവിവരങ്ങൾ എന്തൊക്കെ? മോത്തി, ഹേമചന്ദ്രനെ കാണാതായി 1.5 വർഷത്തിന് ശേഷം ചേരമ്പാടി വനത്തിൽ നിന്ന് മൃതദേഹം കുഴിച്ചെടുത്ത കേസാണ്. ഒരുപാട് സംശയങ്ങൾ, ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. 5 ദിവസത്തെ കസ്റ്റഡിയാണ് നൌഷാദിനെ കോടതി അനുവദിച്ചിട്ടുള്ളത്, പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നു മുതൽ നൌഷാദ് ചോദ്യങ്ങൾക്ക് മുമ്പിലേക്ക് വരികയാണ്. 2.5 മാസം മുൻപ് സൗദിയിലേക്ക് പോയ നൌഷാദ് വിസിറ്റിംഗ് വിസ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ബംഗളൂരു വിമാനത്താവളം വഴി തിരികെ എത്തിയത്. ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് സർക്കുലർ പോലീസ് പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് ഇമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെച്ച് പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അതായത് ഹേമചന്ദ്രനെ ഈ നൌഷാദിനുണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകൾ, പിന്നാലെ ഉണ്ടായ തർക്കങ്ങളൊക്കെ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. പക്ഷേ ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണ്, തൂങ്ങി മരിച്ചതാണ്. അതിനുശേഷം മൃതദേഹം സംസ്കരിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് നൌഷാദ് ആവർത്തിക്കുന്നത്. നേരത്തെ സൗദിയിലിരിക്കെ തന്നെ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ നൌഷാദ് ഇക്കാര്യം പറഞ്ഞിരുന്നു. ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോടൊക്കെ എത്തിക്കുന്ന സമയവും പോലീസ് ചോദിച്ചപ്പോഴും ആത്മഹത്യ തന്നെയാണെന്ന് ആവർത്തിക്കുകയാണ് ചെയ്തത്. കേസിൽ നേരത്തെ 3 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. സുൽത്താൻ ബത്തേരി സ്വദേശികളായ ജ്യോതിഷ് കുമാർ, അജേഷ്, ഒപ്പം നടവയൽ സ്വദേശി വൈശാഖ് എന്നിവരെയാണ്. ഇവരുടെ മൊഴികളിൽ നിന്ന് നൌഷാദിൻ്റെ പങ്ക് കൃത്യമായി ബോധ്യപ്പെട്ടുവെന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ നൌഷാദ് ഇക്കാര്യങ്ങൾ തള്ളിക്കളയുന്ന സാഹചര്യത്തിൽ ശാസ്ത്രീയ തെളിവുകൾ, അതായത് നേരത്തെ അറസ്റ്റിലായ ഈ പ്രതികൾക്ക് വാട്സപ്പ് വഴി അടക്കം അയച്ച മെസ്സേജുകളൊക്കെ തെളിവായി ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇത്തരം തെളിവുകളൊക്കെ ഹാജരാക്കിയാണ് മൊഴിയെടുക്കൽ, ചോദ്യം ചെയ്യൽ നടത്തുക. ഒപ്പം തന്നെ പ്രതിയെ ഈ കൊലപാതകം നടത്തിയെന്ന് കണ്ടെത്തിയിട്ടുള്ള സുൽത്താൻ ബത്തേരിയിലും മൃതദേഹം കുഴിച്ചിട്ട് ചേരമ്പാടിയിലും അടക്കം എത്തിച്ച് തെളിവെടുക്കാനുള്ള നീക്കത്തിൽ കൂടിയാണ്. തെളിവെടുപ്പോടെ ചോദ്യം ചെയ്യലോടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് കരുതാം. രാഹുൽ KV ആണ് വിശദവിവരങ്ങൾ നൽകിയത്.